കൊല്ലം മൂഴിക്കുളത്ത് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിലെ പ്രതി സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഇനിയും വ്യക്തത വരാനുണ്ട്. സന്ധ്യയെ 14 ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. സന്ധ്യയെ കാക്കനാട് വനിതാ ജയിലിലേക്ക് മാറ്റി. വരും ദിവസങ്ങളിൽ സന്ധ്യയുടെ ഭർത്താവ് സുഭാഷിനെയും ചോദ്യം ചെയ്യും എന്നാണ് സൂചന. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇങ്ങനെ ഒരു കടുംകൈയിലേക്ക് എത്തിച്ച സാഹചര്യം കൂടി ഏത് തരത്തിലാണ് പരിഗണിക്കപ്പെടുന്നത്? പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ സന്ധ്യയുടെ ഭർത്താവ് നടത്തിയ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏത് തരത്തിൽ കണക്കാക്കുന്നു? സന്ധ്യയുടെ മാനസിക നില സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? അപർണ, ഇന്നലെ ഈ സന്ധ്യയുടെ അറസ്റ്റ് കഴിഞ്ഞ ശേഷം റിമാൻഡിൽ ആകുന്നത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള സമയം വരെ ഈ പോലീസ് സന്ധ്യയെ ചോദ്യം ചെയ്തിരുന്നു. അതേസമയം കുഞ്ഞിനെ എന്തിനാണ് ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിലേക്ക് സന്ധ്യ അത് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള വെളിപ്പെടുത്തലുകളൊന്നും സന്ധ്യ ഇനിയും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സന്ധ്യയെ ഇനിയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. 2 ദിവസത്തിനകം കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിക്കുന്നത്. SP-യുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ചോദ്യം ചെയ്യലുണ്ടാകുക. അതേസമയം സന്ധ്യയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുൻപായിട്ട് സന്ധ്യയുടെ ബന്ധുക്കളെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. കാരണം സന്ധ്യയുടെ വീട്ടുകാരും സന്ധ്യയും ഉന്നയിക്കുന്നത് പോലെ ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു സന്ധ്യ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയായത് മൂലമുണ്ടായ മാനസികാവസ്ഥയോ അത്തരം പകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യമാണോ കുഞ്ഞിനെ കൊല്ലുന്നതിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അതുപോലെ തന്നെ സന്ധ്യയുടെ ബന്ധുക്കൾക്കെതിരെ ഈ സന്ധ്യയുടെ ഭർത്താവിന്റെ ബന്ധുക്കൾ ഭർത്തൃ വീട്ടുകാർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും അതല്ലെങ്കിൽ നേരത്തെ തന്നെ സന്ധ്യ ഇങ്ങനെ കൊല്ലാനുള്ള നീക്കങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ സന്ധ്യയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നുള്ള ആരോപണവും സന്ധ്യയുടെ ഭർത്തൃ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ട സന്ധ്യയുടെ വീട്ടുകാരെയും അതുപോലെ സന്ധ്യയുടെ ഭർത്തൃ വീട്ടുകാരെയും ഒക്കെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. പ്രധാനമായും ഈ ഗാർഹിക പീഡനത്തിന്റെ വിവരം ആണ് ബന്ധുക്കളിൽ നിന്നും ചോദിച്ചറിയാനുള്ളത്. അതേസമയം സന്ധ്യ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ SP പറഞ്ഞത്. പക്ഷേ ഈ മാനസികാരോഗ്യത്തിന്റെ പ്രശ്നം അത് ഡോക്ടർ പ്രാഥമിക പരിശോധന ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ മാനസികാരോഗ്യം പരിശോധിക്കേണ്ടുന്ന സാഹചര്യമുള്ളൂ എന്നാണ് SP കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത്തരം എന്തെങ്കിലും ഒരു സാഹചര്യം വന്നതായി അറിയില്ല. അങ്ങനെ അതായത് ഡോക്ടർമാർ അത്തരം സജഷൻസ് മുന്നോട്ട് വെച്ചതായും അറിയില്ല. നിലവിൽ എന്തായാലും അത് മാത്രമല്ല പ്രതിഭാഗമാണ് ഒരു കേസിൽ, പ്രത്യേകിച്ചും കൊലപാതകം പോലുള്ളൊരു കേസിൽ പ്രതിഭാഗത്തിന്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടോ എന്ന് പ്രൂവ് ചെയ്യേണ്ടെന്ന സാഹചര്യമുള്ളത്. അത് പോലീസിന്റെ നടപടിക്രമങ്ങളിൽ പെടുന്നതല്ല എന്ന് SP കഴിഞ്ഞ ദിവസം ഓഫ് ദി റെക്കോർഡായിട്ട് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ സന്ധ്യയുടെ മാനസികാവസ്ഥയെ പറ്റി ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലും കേസിന്റെ നടപടിക്രമങ്ങളിൽ സന്ധ്യയുടെ മാനസികാവസ്ഥ പരിശോധിക്കുക, പ്രത്യേകിച്ചും ഇത്തരം ക്രൂരമായ കൊലപാതകം നടത്തിയ ഒരാൾ 101(3) ആണ് സന്ധ്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ്. അതിനനുസരിച്ച് ഈ ഒരു പ്രാഥമിക പരിശോധനയുടെ ആവശ്യം വരുന്നില്ല. അവര് കൊലപാതകി അല്ലെങ്കിൽ കൊലപാതക കേസിൽ പ്രതിയായ ആൾ എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ സന്ധ്യയുടെ മാനസികാവസ്ഥ എന്നുള്ള ചോദ്യചിഹ്നമാകുമ്പോഴും അത് പ്രൂവ് ചെയ്യേണ്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം പ്രതിഭാഗത്തിൻ്റെതാണ് എന്നുള്ളതാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതും വരും ദിവസങ്ങളിൽ സന്ധ്യയെ വീണ്ടും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ വിദഗ്ധർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിലേക്ക് പോകുമെന്നും SP അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 2 ദിവസത്തിന് ശേഷമാണ് കസ്റ്റഡി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നേരത്തെ തന്നെ ഇത്തരം അറ്റംപ്റ്റുകൾ സന്ധ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ദേഷ്യം എന്നാൽ സന്ധ്യ അത് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളോട് പെരുമാറുകയും വീട്ടുകാരോട് പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് തന്നെയായിരിക്കും ഒരു പക്ഷേ അത് ഇത്തരം ഈ നീക്കം മുന്നോട്ടുണ്ടാവുക എന്നുള്ളത്. നേരത്തെയും ഈ ബുദ്ധി വളർച്ചയുടെ ഒരു പ്രശ്നം ആരോപണം വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ഭർത്തൃ വീട്ടുകാർ അത് തള്ളിക്കളയുന്നുണ്ട്. അതേസമയം സന്ധ്യ പോലീസുകാരോട് പറഞ്ഞതനുസരിച്ചിട്ട് ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും പൂർണ്ണമായും തന്നെ ഒറ്റപ്പെടുത്തുന്ന മാനസികാവസ്ഥ, കുഞ്ഞുങ്ങൾ അവരുടേതാണ്, സന്ധ്യ മാത്രം പുറത്തുനിന്ന ആൾ എന്നുള്ള തരത്തിലായിരുന്നു അവർ പെരുമാറിയിരുന്നത് എന്ന് പോലീസിനോട് സന്ധ്യ പറഞ്ഞിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. ഇങ്ങനെ അതായത് സന്ധ്യയെ ചോദ്യം ചെയ്യാൻ ഇന്നലെ ഈ പറഞ്ഞതുപോലെ കോടതിയിൽ ഹാജരാക്കുന്ന സമയം വരെ ഉണ്ടായിരുന്ന സമയത്ത് ചോദ്യം ചെയ്യാനും അതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചെടുക്കാനും പോലീസ് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് കല്യാണിയെ കൊലപ്പെടുത്തിയത്, 3.5 വയസ്സുള്ള തന്റെ മകളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഞ്ചിൽ നിന്ന് പറിച്ച് പുഴയിലേക്ക് എറിഞ്ഞ സാഹചര്യം എന്താണ്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് 3:30 മുതൽ 3:30 നിന്ന് മണിക്ക് അംഗൻവാടിയിൽ നിന്നും
കൂട്ടിക്കൊണ്ടുവന്ന കുഞ്ഞിനെ വൈകുന്നേരം 6 മണിക്കാണ് സന്ധ്യ പുഴയിൽ ഇറങ്ങുന്നത്. ഈ 2.5 മണിക്കൂർ സമയം ഈ തീരുമാനം മാറ്റാനും മറിക്കാനും ഒക്കെ സന്ധ്യ അത് തീരുമാനിച്ചുറച്ചു തന്നെയാണ് അതിലേക്ക് പോയിട്ടുള്ളതെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം കഠിനമായ ഒരു തീരുമാനമെടുക്കാൻ സന്ധ്യയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ കാര്യത്തെപ്പറ്റി പോലീസിന് കൂടുതൽ അന്വേഷണം വേണം. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ, അതായത് വരുന്ന ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ സന്ധ്യയെ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അപർണ. രവീന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഒരിടവേള കൂടി.